ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ കുട്ടികളുടെ അക്ഷരക്കളരി എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. കുട്ടികൾ ഒരു വർഷം നഴ്സറി സ്കൂളിൽ പോയായിരുന്നു. അവിടെ കൂടുതലും റൈംസും കളറിങ്ങും ഒക്കെ ആയിരുന്നു. ഒരു പെൻസിൽ ശരിക്കും പിടിക്കാനോ അല്ലെങ്കിൽ അക്ഷരങ്ങളൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു മാസത്തേക്ക് നമ്മളിവരെ അക്ഷരകളരിയിൽ വിടാമെന്ന് വിചാരിച്ചത്. കളരി എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ അക്ഷരം പഠിക്കാനൊക്കെ വന്നിരിക്കുകയായിരിക്കുമെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴല്ലേ മനസ്സിലായ ഒരു കുട്ടി പോലും ഇവരുടെ പ്രായമുള്ളതില്ല. എല്ലാവരും ഇവരെക്കാളും മൂത്തതാണ്. 5 നിന്ന് 6 വരെയുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. ഷട്ടിക്ക് പകരം ഇലക്ഷൻ്റെ സമയത്ത് എവിടെ നിന്ന് കിട്ടിയ സ്ഥാനാർത്ഥി എന്ന് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യമേ അവിടെ ചെല്ലുമ്പോൾ എഴുതിക്കാനും തുടങ്ങില്ല. കുറച്ച് നേരമൊക്കെ റിലാക്സ് ചെയ്യാനും അവിടെ നിന്ന് വർത്താനം പറയാനൊക്കെ സമയം കൊടുക്കും. ഇടയ്ക്ക് വലിയ കുട്ടികളോട് ടീച്ചർ പറയും ഇവരുടെ കൈ പിടിച്ച് ഓരോ അക്ഷരം എഴുതിക്കാൻ. അങ്ങനെ ഇവരെ എഴുതിക്കാൻ ഒരു മത്സരമാണ്. അങ്ങനെ എഴുതിക്കുമ്പം അവരും കുറച്ചുകൂടി എളുപ്പമെന്ന് പഠിക്കും. ചില കുട്ടികളൊക്കെ ഇരുന്ന് കരയുന്ന കാണാം. തിരിച്ച് വീട്ടിൽ വന്നാലും അതുകൊണ്ട് രണ്ടുപേർക്ക് സ്ലേറ്റിലിരുന്നാൻ ഇഷ്ടമാണ്. ഇടയ്ക്ക് മടിയൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാൻ സമയം കൊടുക്കും. ഷാട്ടി രണ്ടുപേരുടെയും കൈയൊക്കെ പിടിച്ച് മലയാളാക്ഷരങ്ങൾ ആ തൊട്ടം വരെയും റായും ഒക്കെ എഴുതിക്കാൻ തുടങ്ങി. ഇതൊരു നിലത്തെഴുത്ത് കളരിയായിരുന്നു, മണ്ണിലെഴുതിക്കുന്ന രീതി. ഇപ്രാവശ്യം നേരത്തെ മഴയും തുടങ്ങി. മെയ് മാസമൊക്കെ ആയപ്പോഴേക്കും. കളരിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേക്കും രണ്ടുപേർക്ക് നല്ല വിശപ്പായിരിക്കും. മഴക്കാലമായതോടെ ചക്കയൊക്കെ പഴുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ പഴുത്ത ചക്കപ്പഴം കൊണ്ട് കുമ്പിളടയായിരിക്കും മിക്ക ദിവസവും ഇപ്പം ഈവനിങ് സ്നാക്സ്. ഇവർക്ക് ആദ്യമൊന്നും അത് ഇഷ്ടമില്ലായിരുന്നു, കഴിക്കില്ലായിരുന്നു. പിന്നീട് കുറച്ച് അങ്ങനെ കഴിപ്പിച്ച് എല്ലാവർക്കും അത് ഒത്തിരി ഇഷ്ടമായി. കളരിയിലേക്കുള്ള പോക്കും ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കൂടെയൊക്കെ ഇരുന്ന് എഴുതി പഠിക്കലും അങ്ങനെയൊക്കെ ദിവസങ്ങൾ പെട്ടെന്നങ്ങ് പോയി. കളരിയിലെ ദിവസങ്ങൾ കുട്ടികൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു. ഇങ്ങനെയുള്ള ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ.